വിദ്യാഭ്യാസ ഉപജില്ലയിലെ ഗവൺമെന്റ് ചെങ്കൽ LPGS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഏത് നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണെന്ന് നമ്മുടെ സാന്ത്വന സാജു പറയുന്നു. ഓടുകൾ പൊട്ടിപ്പൊളിഞ്ഞും കഴുക്കോലുകൾ ദ്രവിച്ചുമുള്ള അവസ്ഥയിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. പലയിടത്തും ഫ്ലെക്സ് കൊണ്ട് ചോർച്ചയടച്ച നിലയിലുമാണ്. മേൽക്കൂര ഇങ്ങനെയാണെങ്കിലും ലക്ഷങ്ങൾ മുടക്കിയാണ് സ്കൂളിൽ അലങ്കാരങ്ങൾ നടത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകണം, ഒപ്പം പ്രതികരണങ്ങളിലേക്കും പോകേണ്ടതുണ്ട്. ഇവിടുത്തെ പരാധീന എന്ന് പറയുമ്പോൾ രണ്ട് ഉത്തരങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്ന ആ ഒരു കമ്പി അത് ബ്രാക്കായതിനെ കയറ് കൊണ്ട് വിട്ടിട്ടുണ്ട്. മറ്റൊന്ന് ഉത്തരം പൊട്ടി പിളർന്നിരിപ്പുണ്ട്. ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ ഉത്തരം ഒരു ഭാഗത്ത് നിന്ന് ചരിഞ്ഞു നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഓട് ചോർച്ച, മഴക്കാലത്ത് നല്ല ചോർച്ച കൊണ്ട് കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് മാറ്റിയിരുത്തി പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയും കൂടെയാണ് നമ്മുടെ ഈ സ്കൂൾ. HM പറയുകയുണ്ടായി, ഈ ജൂലൈ മാസം 19-ാം തീയതി തന്നെ ഇതിൻ്റെ ഈ ഡാമേജ് പ്രശ്നങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം അറിയിപ്പ് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടപ്പോൾ ആദ്യം പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത് പരാതി ലഭിച്ചില്ലെന്നാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ മുഴുവനായി ഒന്ന് കാണിക്കാമെന്ന് തോന്നുന്നു. കാരണം ഓടുകളൊക്കെ കാണുന്നുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. മേൽക്കൂര ഏതാണ്ട് നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ഏത് നിമിഷവും വീഴാം. കഴുക്കോലുകൾ കണ്ടോ, ദ്രവിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് കഴുക്കോലുകൾ ഉള്ളത്. ഫ്ലക്സ് കൊണ്ട് ചോർച്ച അടക്കേണ്ട അവസ്ഥ. ഇവിടെയാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. പക്ഷെ അലങ്കാരത്തിനൊട്ടും കുറവുമില്ല. സാന്ത്വന സാജു ആണ് ചേരുന്നത്. സാന്ത്വന, ആ ദൃശ്യങ്ങൾ തന്നെ പേടിപ്പിക്കുന്നതാണ്. കാരണം ഇവിടെയാണല്ലോ കുഞ്ഞുങ്ങൾ ഇരുന്ന് പഠിക്കുന്നത്. അതും LP സ്കൂളാണല്ലേ, താഴ്ന്ന ക്ലാസ്സിലെ കുട്ടികളാണ്, ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണ് പഠിക്കുന്നത്. വിനിത, നെയ്യാറ്റിൻകര ഉപജില്ലയ്ക്ക് കീഴിൽ വരുന്ന ഒരു സ്കൂളാണ് ഈ ചെങ്കൽ LPGS ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. പുറമേ നിന്ന് നോക്കുമ്പോൾ വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നല്ല ഒരു സ്കൂളാണ്. പക്ഷെ തല ഉയർത്തി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന കാഴ്ച തന്നെയാണ് അവിടെ ഉള്ളത്. കാരണം അതിൻ്റെ മേൽക്കൂര ആകെപ്പാടെ പോയിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണുള്ളത്. കഴുക്കോലുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന കമ്പിയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഏത് നിമിഷം വേണമെങ്കിലും നിലം പൊത്താവുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ചെറിയ കുട്ടികളാണ്, LKGയിലും UKGയിലും അതുപോലെ തന്നെ 1 മുതൽ 4 വരെയുള്ള കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. അങ്ങനെ 75ഓളം വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ ഉള്ളത്. അവരൊക്കെയാണ് ഈ സ്കൂളിൽ ഇരുന്ന് പഠിക്കുന്നത് എന്നുള്ളതാണ് വിനിത ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മലയോര മേഖലകളിലേക്ക് വരുമ്പോൾ വിനിത വലിയ രീതിയിലുള്ള കാറ്റ് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കാറ്റ് ഏത് സമയവും മേൽക്കൂര എടുത്തുകൊണ്ട് പോകുമോ എന്ന ഭയത്തിലാണ് അവിടുത്തെ പാരൻസ് ഒക്കെ തന്നെയും ഉള്ളത്. നമ്മളവിടെ ചെന്നപ്പോൾ അവരൊക്കെ പങ്കുവച്ചതും ഈ കാറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും മരം ഒടിഞ്ഞു വീഴുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അത് തകർന്നു വീഴും. ഇല്ലെങ്കിൽ തന്നെ ശക്തമായ ഒരു മഴ പെയ്താൽ പോലും ചോർച്ച അനുഭവപ്പെടുന്ന ഒരു സ്കൂൾ കൂടിയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ നോക്കിയാൽ കാണാം. മുഖ്യമന്ത്രി പിണറായി വിജയനും V ശിവൻകുട്ടിയും ഒക്കെ സ്കൂളിന്റെ പുറത്ത് ഫ്ലെക്സ് ബോർഡിൽ ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ച നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണാം. അങ്ങനെ പലയിടങ്ങളിലും ആ ചോർച്ചയുണ്ട്. 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു സ്കൂളാണിത് എന്ന് തന്നെ സ്കൂൾ അധികൃതർ തന്നെ പറയുന്നുണ്ട്. ഈ സ്കൂളിന്റെ ഒരു ശോചനീയാവസ്ഥ കാണിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ തന്നെ ഒരു പരാതിയും പഞ്ചായത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പരാതി നൽകാനുണ്ടായ ഒരു സാഹചര്യം നമുക്കറിയാം. ഈ ആലപ്പുഴയിലടക്കം UP സ്കൂൾ തകർന്നു വീണതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് പ്രിൻസിപ്പൽ ഈ സ്കൂളിന്റെ ഒരു ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ MLA ഈ സ്കൂളിൽ വരികയും പുതിയൊരു കെട്ടിടം നൽകാമെന്നൊക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയും ഇവർ പറയുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെയും പ്രാവർത്തികമായിട്ടില്ല അല്ലെങ്കിൽ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല, വളരെ മനോഹരമാണ്. പക്ഷേ ഏത് സമയത്തും ഈ ഓടും കഴുക്കോലും മേൽക്കൂരയും എല്ലാം കൂടി ഇടിഞ്ഞ കുഞ്ഞു മക്കളുടെ തലയിൽ കൂടി വീണേക്കാവുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ ആ പലകയെല്ലാം മാറ്റിക്കൊണ്ട് അവിടെ സ്റ്റീലിന്റെ മേൽക്കൂര കൊണ്ടുവരണം, കഴുക്കോലൊക്കെ ആക്കണം എന്നതാണ് അവരുടെ ആവശ്യം. അതല്ല എങ്കിൽ പുതിയ കെട്ടിടം തന്നെ പണി വേണമെന്നുള്ള ഒരു ആവശ്യം കൂടി അവർ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. എത്രയും വിഷയം തന്നെയാണ്. എത്ര തവണ അപകടം ഉണ്ടായാലും നമ്മൾ പഠിക്കില്ല എന്നതാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സാന്ത്വനയാണ് വിവരങ്ങൾ നൽകിയത്.